വെൽക്കം ടു QA ഫോക്കസ്. +1 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിനകത്ത് ഏറ്റവും എളുപ്പവും സിമ്പിളായിട്ടും പഠിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പെട്ടെന്ന് നോക്കി തീർക്കാൻ പറ്റും. ഈ ചാപ്റ്റർ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ തന്നിരിക്കുന്ന നോക്കി, ഇവാലുവേറ്റ് ആണ്. ലിമിറ്റ് x ടെൻസ് ടു 0 x - 2/x² -4. ഇതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ലിമിറ്റ് തന്നിട്ടുണ്ട്, x ടെൻസ് ടു 2 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 - 2/2² അല്ലേ, 2². എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ x² എന്ന് പറയുന്ന 4 വരും. 4 - 4 വരുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? 0/0 ആയിട്ട് വരും അല്ലേ. അപ്പോൾ 0/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്, ഡിഫൈൻ ചെയ്യാത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നേരിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ ചെയ്യാനായിട്ട് നമ്മൾ ഈ താഴത്തെ മുകളിലത്തെ x - 2 അതുപോലെ എഴുതി, ഈ താഴത്തേനെ നമ്മൾ ഫാക്ടറായിട്ട് മാറ്റി എഴുതി. അതായത് x² - 4 എന്ന് പറയുന്നത് a² - b² ഫോമിലാണ്. a - b × a + b അല്ലേ, a - b × a + b. അങ്ങനെയാണ് ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എന്ത് കിട്ടും? x² - 4. 4 മീൻസ് 2² ആണ് അല്ലേ. x² - 2² ആണ് എന്ന് വെച്ചാൽ x + 2ഉം x - 2ഉം കിട്ടത്തില്ലേ? ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? x - 2 × x + 2 കൊടുക്കാം. അവിടെ x - 2 x - 2 ക്യാൻസൽ ആകും. ബാക്കി ഇനി ആരാ ഉള്ളത്? x + 2 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എന്തെഴുതാം? ലിമിറ്റ് x ടെൻസ് ടു 0 1/x + 2. ഓക്കെ അല്ലേ? അതായത് ഇവിടുത്തെ x - 2/x² - 4 പകരം നമുക്കിപ്പോൾ ആരെ കിട്ടി? 1/x + 2 കിട്ടി. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ലിമിറ്റ് ടെൻസ് ടു 2 ആണ്. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എക്സിന് പകരം 2 കൊടുക്കണം അല്ലേ. ഇപ്പം എക്സിന് പകരം 2 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 1/2 + 2 4 അല്ലേ, 1/4. കണ്ടോ? ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഇത് വിട്ട് കളയരുത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടേ പോകാവുള്ളൂ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതേ ടൈപ്പിൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റിനകത്തും ലിമിറ്റ് x ടെൻസ് ടു 2 ആണ്. x² - 4 അല്ലേ. x² പ്ലേസ് നമ്മൾ 2² ഇട്ട് കൊടുത്താൽ നമുക്കിവിടെ 4 വരും. 4 - 4 വരും, അത് 0 ആണ്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ x² ഇട്ട് കൊടുത്താൽ നമുക്ക് 4 ആണ്. പ്ലസ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ആണ്. -6 ഓൾറെഡി അവിടെ ഉണ്ട്. ഇത് നമുക്ക് എന്ത് തന്നെ വരും? 0 തന്നെ വരും അല്ലേ. അപ്പോൾ 0/0 ഫോമിലേക്കാണ് ഇതും മാറുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നേരിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റിയിട്ട് വേണം സോൾവ് ചെയ്യാനായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ x² - 4 നമുക്ക് എന്തെഴുതാം? x + 2 × x - 2 എന്ന് എഴുതാം അല്ലേ. ഇനി താഴെ ഡിനോമിനേറ്ററിൽ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് x² + x - 6 ആണ് അല്ലേ. ഇതിനെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? അതായത് ആഡ് ചെയ്യുമ്പം ഇവിടെ വെറും x മാത്രമേ ഉള്ളൂ. x മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ മീനിങ് 1x എന്നാണ്. അപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? 1 വരണം. പക്ഷേ പ്രോഡക്റ്റ് എടുത്താൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് ആരെ കിട്ടണം? -6 കിട്ടണം. ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം വരണം, ആഡ് ചെയ്യുമ്പോൾ 1ഉം വരണം. പെട്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ ഏത് കിട്ടും? 3ഉം 2ഉം അല്ലേ. 3ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6 കിട്ടും. പക്ഷെ ആഡ് ചെയ്താൽ 1 വരണമെങ്കിൽ ഇതെന്തായിരിക്കണം? അല്ലെങ്കിൽ തന്നെ ഇവിടെ നോക്കി, ഇവിടെ ഒരു മൈനസ് വന്നിട്ടില്ലേ? മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഇതിനകത്ത് ഏതോ ഒരാളും മൈനസ് ആണെന്നാണ്. ആരോ ഒരാളും മൈനസ് ആണ്. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരായിരിക്കണം മൈനസായിട്ട് വരുന്നത്? 2 ആയിരിക്കണം അല്ലേ. അപ്പോൾ 3ഉം -2ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്. ക്ലിയർ ആയോ? അതായത് ആഡ് ചെയ്യുമ്പോൾ 1ഉം വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടണം? -6ഉം
കിട്ടണം. അപ്പോൾ ആ നമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സും -2 ആണ്. അപ്പോൾ നമുക്കിവിടെ x+3യും കൊടുക്കാം, x-2വും കൊടുക്കാം. x-2 ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് കിട്ടുന്നത് x+2 ബൈ x+3 ആണ്. ലിമിറ്റ് ഉണ്ട് അല്ലേ? ലിമിറ്റ് ആരാണ്? x → 2 ആണ്. ഇനി നമുക്ക് ലിമിറ്റ് നേരിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 + 2 4 വരും. ബൈ ഇവിടെ 2 വരുമ്പോഴത്തേക്കും 2 + 3 5 വരും. കേട്ടോ, 4/5 തന്നു. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ലിമിറ്റ് x → 0 f of x where fx എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 2x + 3 ആണ്. എപ്പം x <= 0 ആയിരിക്കുമ്പം. അതുപോലെ 3 × x + 1 ആണ് when x <= 0 ആയിരിക്കുമ്പോൾ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിച്ച് സാധാരണ കാണാറുള്ളതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് സെയിം ഈ വാല്യൂ തന്നെ വരണമെന്നില്ല. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും സ്ഥിരം ചോദിച്ചു വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് പഠിച്ചോണം കേട്ടോ. തന്നിരിക്കുന്നത് 2x + 3 അല്ലേ? 2x + 3 when x <= 0യും then 3 × x + 1 when x <= 0 ആണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ്. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ലെസ് ദാൻ വരുന്ന കണ്ടീഷൻ അല്ലേ? ലെസ് ദാൻ വരുന്ന കണ്ടീഷൻ നമുക്ക് x → 0 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കൊടുക്കാം അല്ലേ? 0 - കൊടുക്കാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരുമ്പോഴത്തേക്കും. ഇവിടെ വരുന്ന 2x + 3 ആണ്. 2x + 3ക്കകത്ത് നമ്മൾ എക്സിന് 0 കൊടുക്കുന്നു. ദാറ്റ് ഈക്വൽ ടു 3. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതി നോക്കുന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഫംഗ്ഷൻ വരുന്ന x <= 0 എന്ന് പറയുന്നത് 3 × x + 1 ആണ് അല്ലേ? അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് x → റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. 0 + കൊടുത്തു. 3 × എക്സിന് 0 കൊടുത്തു +1. ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടും? 3 തന്നെ കിട്ടും. ഇവിടെയും 3 ആണ്, ഇതും 3 ആണ്. LHLും RHLും ഈക്വൽ ആണ് അല്ലേ? എന്ന് വെച്ചാൽ ലിമിറ്റ് x → 0 f of x എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ഫുള്ളായിട്ടും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലിമിറ്റ് x → 0 f of x എന്ന് പറയുന്നത് 3 ആണ്. കഴിഞ്ഞു. കണ്ടോ, സിമ്പിൾ അല്ലേ? പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വിട്ടുകളയരുതും, ചോദിക്കാറുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ്. നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് ലിമിറ്റ് x → 0 sin 3x/x. sin 3x/x എന്താണെന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം x → sin x/x എന്ന് പറയുന്നത് 1 ആണ്. ഇതിൻ്റെ ഫുൾ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ലിമിറ്റ് x → 0 sin 3x/x ഫൈൻഡ് ഔട്ട് ചെയ്യണം. അറിയാം ഇവിടെ x വരുമ്പോൾ ഇവിടെ x തന്നെയാണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ 1 ആണ്. ഇവിടെ ആരില്ല, 3x വരുമ്പോൾ ഇവിടെ 3x തന്നെ ഇല്ല അല്ലേ? അപ്പോൾ 3x കിട്ടാനായിട്ട് നമ്മൾ ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ നമ്മൾ അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് x → 0 sin 3x/3x അല്ലേ? ഇത് രണ്ടും കൂടി 3x എന്ന് എഴുതാം. ഇൻറ്റു ആരുണ്ട്? ഒരു 3 ഉണ്ട് അല്ലേ? ഇവിടുത്തെ ഒരു 3 ഇല്ലേ? ആ 3 ഇവിടെ ഉണ്ട്. ഇനി ഇത് ഫുള്ളായിട്ടും 1 ആണ് നമുക്കറിയാം. 1 × 3 വരും. ആൻസർ എന്ത് കിട്ടും? 3 കിട്ടും. ക്ലിയർ? ഇതിൻ്റെ തന്നെ ഇത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൻ്റെ തന്നെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. sin 3x/sin x വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇത് 3x/3x തന്നെ ആയിരിക്കണമെന്നില്ല.
ചിലപ്പം ചോദിക്കുന്നത് sin 5x ബൈ sin 3x എന്ന് വേണമെങ്കിൽ ചോദിക്കാം. വേറെ ഏത് വാല്യൂ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻ വരാം. പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, പക്ഷേ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാവുന്നതാണ്, ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാവുന്നതുമാണ്. ലിമിറ്റ് sin 3x ബൈ sin x ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് sin x ബൈ x ആണ് നമുക്ക് 1 എന്നറിയാവുന്നത്. അപ്പോൾ ഇവിടെ sin 3x ബൈ 3x വന്ന 1 ആവും നമുക്കറിയാം. പക്ഷെ ഇവിടെ 3x കൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ന്യൂമറേറ്ററിൽ ആര് വരണം? ഒരു 3x വരണം. അതേപോലെ തന്നെ ഡിനോമിനേറ്ററിൽ എടുക്കുമ്പോൾ sin x ബൈ x വന്നാലേ 1 വരുള്ളൂ. അപ്പോൾ ഇവിടെ ആര് വരണം? ഒരു x വരണം. ക്ലിയർ ആയോ? ഇവിടെ ആരുണ്ട്? ഈ ലിമിറ്റ് ഇവിടെ ഉണ്ട് അല്ലേ. ലിമിറ്റ് x ടെൻസ് ടു 0 ആണ്. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0 sin 3x ബൈ 3x എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു ഒരു 3x അവിടെ ഉണ്ട്. അതുപോലെ ലിമിറ്റ് x ടെൻസ് ടു 0 sin x ബൈ x എന്ന് പറയുന്നതും 1 ആണ്. അവിടെ ആരുണ്ട്? ഒരു x ഉണ്ട്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സും ക്യാൻസൽ ആയിട്ട് ബാക്കി എന്ത് കിട്ടും? 3 കിട്ടും. ഓക്കെ ആണോ? അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് ഫൈൻഡ് dy ബൈ dx ഇഫ് y ഈക്വൽ ടു, നമുക്കിവിടെ തന്നിരിക്കുന്ന കോഷ്യൻ ഫോമിലാണ്. കോഷ്യൻ ഫോമിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റിസൾട്ട് എന്താ? അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി എന്ന് പറയുന്നത് വി സ്ക്വയർ അതുപോലെ എഴുതുക, ദെൻ വി ഇൻറ്റു യു ഡാഷ്. വി സ്ക്വയർ അതുപോലെ എഴുതുക, താഴെ എഴുതുന്ന എന്താണോ അത് തന്നെ ഇവിടെ എഴുതുക. വി ഇൻറ്റു യു ഡാഷ് മൈനസ് വി ഡാഷ് ഇൻറ്റു യു. അതായത് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത് യുവിൻ്റെ ആണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് വിയുടെ ആണ്. അപ്പം വി സ്ക്വയർ വി യു ഡാഷ് മൈനസ് വി ഡാഷ് യു ബൈ വി സ്ക്വയർ. ഇനി എന്താ ഈ വി ഡാഷും യു ഡാഷും ഒക്കെ മീൻ ചെയ്യുന്നത്? യു ഡാഷ് എന്ന് പറയുന്നത് ഡി യു ബൈ ഡി എക്സ് ആണ്. അതുപോലെ വി ഡാഷ് എന്ന് പറയുന്നത് ഡി വി ബൈ ഡി എക്സ് ആണ്. എളുപ്പം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബൈ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഇത് യു, ഇത് വി. നമ്മൾ എഴുതുമ്പം ഫസ്റ്റ് നമുക്ക് എഴുതേണ്ടത് വി സ്ക്വയർ ആണ്. 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ നമ്മൾ എഴുതി. ന്യൂമറേറ്റർ വരുമ്പോൾ വി അതുപോലെ തന്നെ എഴുതുക. വി എന്ന് പറയുന്ന ആരായിരുന്നു? 1 പ്ലസ് ടാൻ എക്സ്, അത് അതുപോലെ അങ്ങ് എഴുതി. ഇൻറ്റു യു ഡാഷ്. യു എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. ഇതിൻ്റെ കൂടെ വേറെ നമ്പർ ഒന്നുമില്ല, സ്ക്വയറോ ക്യൂബോ ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 1x എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ 1 എഴുതി. ദെൻ മൈനസ്, ഇനി വരേണ്ടത് ആരാ? വി ഡാഷ് ആണ് അല്ലേ. വി ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന് നമുക്കറിയാം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഇൻറ്റു ആരും കൂടി ഉണ്ട്? യുവും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ് സീക്ക് സ്ക്വയർ എക്സ് നമുക്ക് എഴുതാൻ പറ്റും. എക്സ് സീക്ക് സ്ക്വയർ എക്സ് നമുക്കവിടെ കിട്ടും. ഇത്രയേ ഉള്ളൂ ആൻസർ. ദാറ്റ് ഈക്വൽ ടു, വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് എടുത്ത് എഴുതിയേക്കാം, 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയറും മുകളിൽ ആരുണ്ട്? 1 പ്ലസ് ടാൻ എക്സ് മൈനസ് എക്സ് സീക്ക് സ്ക്വയർ എക്സും മൈനസ് എക്സ് സീക്ക് സ്ക്വയർ എക്സും കഴിഞ്ഞു. ഇപ്പോൾ കോഷ്യൻ റൂൾ സാധാരണ കാണുമ്പോൾ ചെയ്യാൻ പാടാന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം ഒന്ന് ടെൻസ്ഡ് ആകാറുണ്ട്. ടെൻസ്ഡ് ആകാൻ പോകരുതും, എളുപ്പം ചെയ്യാവുന്നതാണ്. തന്നിരിക്കുന്നതിനകത്ത് ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ അതുപോലെ എഴുതുക. മുകളിലേക്ക് വരുമ്പം ഈ താഴെ എഴുതിയിരിക്കുന്നതിൻ്റെ ഡെറിവേറ്റീവാണ്, താഴെ എഴുതിയിരിക്കുന്ന ഏതാണോ അത് തന്നെയാണ് ആദ്യം നമ്മൾ മുകളിലോട്ട് എടുത്തെഴുതുന്നത്. വി യു ഡാഷ് മൈനസ് വി ഡാഷ് യു, വി യു ഡാഷ് മൈനസ് വി ഡാഷ് യു. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന അതുപോലെ നമ്മൾ ആദ്യം അങ്ങോട്ടേക്ക് എടുത്തെഴുതുക. ദെൻ മുകളിൽ തന്നിരിക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക, മൈനസ് ഇനി തിരിച്ച് ഇതിൻ്റെ ഡെറിവേറ്റീവും പിന്നെ ഇതെന്താണോ അത് അതുപോലെ തന്നെ അങ്ങ് എഴുതി കൊടുത്തേക്കുക.
ഒരു 3 മാർക്ക് നമുക്ക് ഈ ക്വസ്റ്റിന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. 2 അല്ലെങ്കിൽ 3 മാർക്കിനായിരിക്കും സാധാരണ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വിട്ട് കളയരുത്, ചെയ്തോണം. സാധാരണ ക്വസ്റ്റ്യൻ റൂൾ കാണുമ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, പ്രയാസമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ആ ഒരു ഇത് എഴുതുമ്പം തെറ്റിപ്പോകാതിരുന്നാൽ മതി. വി യു ഡാഷ് മൈനസ് വി ഡാഷ് യു ആണെന്നുള്ളത് മാത്രം നമ്മൾ കറക്റ്റായിട്ടൊന്ന് മൈൻഡിൽ ഓർത്തിരുന്നാൽ മതി. പിന്നെ ഇവിടെ വരുന്നത് മൈനസ് സൈനുമാണ്. അടുത്തത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് യൂസിങ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ഡെറിവേറ്റീവ് കാണാനുള്ളതാണ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത് രണ്ടും. 1 മാർക്കിനും 2 മാർക്കിനും ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. നമുക്കതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഫ് ഡാഷ് എക്സ് അല്ലേ, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ആണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്ന ആരായിരിക്കും? എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എഫ് ഡാഷ് എക്സിനെ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 നമുക്ക് എഫ് എക്സ് പ്ലസ് എച്ച് അല്ലേ, എഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് ആരാ? എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ആണ്. മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരായിരുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? എക്സ് സ്ക്വയർ ബൈ എച്ച്, ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇത് നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് ഇവിടെ ആരുണ്ട്? എക്സ് സ്ക്വയർ ഉണ്ട്, ബൈ ആര് വരും? എച്ച് വരും. ഇത് രണ്ടും ക്യാൻസലായി പോവും. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2xh പ്ലസ് എച്ച് സ്ക്വയർ ബൈ എച്ച്. ഈ 2 എച്ചിന്ന് ഒരു എച്ച് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. 2x പ്ലസ് എച്ച് ബൈ എച്ച്. എച്ചും എച്ചും കട്ടായി പോവും. ഇനി നമുക്ക് ഇതിനകത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആണല്ലേ. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും? 2 ഇൻറ്റു എക്സ് ഉണ്ട് പ്ലസ് എച്ചിന് പകരം ആര് വരും? 0 വരും. എച്ചിന് പകരം 0 വരുമ്പോഴത്തേക്കും ഇത് 2x ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെറിവേറ്റീവ് കിട്ടി അല്ലേ. ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x ആണ്. സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ആണ്. ഇവിടെ നമുക്ക് എഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആണ്, എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ എക്സിൻ്റെ സ്ഥാനത്ത് എച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് ഓൾറെഡി അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ എച്ചും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക, പ്ലസ് എച്ച്, അതായത് എക്സ് പ്ലസ് എച്ച് എന്ന് വരും. എക്സ് പ്ലസ് എച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, മൈനസ് എക്സ് സ്ക്വയർ അവിടെ ഉണ്ട്, ബൈ ആര് വരും? എച്ച് വരും. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറായി. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. y ഈക്വൽ ടു 1/x. y ഈക്വൽ ടു 1/x. അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ വരാറുള്ളതാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതും സെയിം പ്രിൻസിപ്പിൾ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം.
എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ്. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്ന ആരായിരിക്കും? 1/x പ്ലസ് എച്ച് ആണ്. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് 1/x പ്ലസ് എച്ച് ആണ്. മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ്. ബൈ ആരുണ്ട്? എച്ച് ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ മാത്രമായിട്ട് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അതിനെ മാത്രം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കി. 1/x പ്ലസ് എച്ച് മൈനസ് 1/x അല്ലേ? നമ്മൾ LCM എടുത്ത് നമ്മൾ ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്ത് കിട്ടും നമുക്ക്? എക്സ് ഇങ്ങോട്ട് വരും, മൈനസ് സൈൻ ഉണ്ട്, എക്സ് പ്ലസ് എച്ച് ഇങ്ങോട്ടേക്കും വരും, ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. മൈനസ് നമുക്ക് അകത്തേക്ക് കൊടുത്താൽ എക്സ് മൈനസ് എച്ച് എന്ന് വരും, താഴെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് എന്ന് വരും. പ്ലസും മൈനസും കൂടി ക്യാൻസലായി പോവും, ബാക്കി മൈനസ് എച്ച് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് എന്ന് വരും. ക്ലിയർ ആണോ? അതായത് മൈനസ് എച്ച് ബൈ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എച്ച് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. അതായത് ഇത്രയും കാര്യം സിംപ്ലിഫൈ ചെയ്ത കാര്യമാണ് നമ്മളിപ്പം പറഞ്ഞത് അല്ലേ? ഇത് മാത്രം സിംപ്ലിഫൈ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇവിടെ താഴെ ഒരു എച്ച് ഇല്ലേ? ഈ എച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണ്ടേ? ഈ എച്ച് ഡിനോമിനേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിൽ തന്നെ എഴുതി. എച്ചും കൂടി കട്ടായി പോവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് 1/x ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം എച്ച് 0 ആയി പോവും അല്ലേ? ഈ എച്ച് എന്ന് പറയുന്നത് ഇത് റെഡ്യൂസ് ടു 0 ആണ്. ഇത് 0 ആയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് കിട്ടും? മൈനസ് 1/x ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് 1/x സ്ക്വയർ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വിട്ടുകളയരുതും, നോക്കിയിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. +1 കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം, നോക്കാൻ മറന്നു പോകരുതും. എല്ലാവരും എക്സാമിൻ്റെ തിരക്കിലാണെന്നറിയാം, എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.